ഹലോ, ഇന്ന് പാറമേക്കാവ് വേലയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേല കഴിഞ്ഞൊരു ഒരാഴ്ചയോളം കാണും. അപ്പോൾ ഞങ്ങൾ വേലയ്ക്ക് ഒക്കെ പോയി. ഒരു വൈകിട്ടാണ് നമുക്ക് അവിടുത്തെ വേലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും ഒരു 10 മണിയോട് കൂടി എഴുന്നള്ളിപ്പ് പുറത്തോട്ട് ഉണ്ടാവും. പിന്നെ കുള്ളിയിലായിരിക്കും. അപ്പോൾ അമ്മയും കണ്ണനൊക്കെ രാവിലെ തന്നെ പോയിട്ടോ. ഞാൻ പിന്നെ വൈകിട്ടാണ് പോയത്. വൈകിട്ട് പോയി അവിടെ അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ നമുക്ക് ഫുഡുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. രാവിലെ ഫുഡ് ഉണ്ടാവാറുണ്ട്, ഉച്ചയ്ക്ക് രാത്രിയത്തെ കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ രാത്രി ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ട് നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പാറമേക്കാവ്. തൃശ്ശൂർ പൂരത്തിന് പ്രധാനമായിട്ട് നമ്മുടെ പാറമേക്കാവ് അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഇവിടെ പ്രധാന പ്രതിഷ്ഠ ദേവിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, തിരുവമ്പാടി പാറമേക്കാവ് ഒക്കെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണാം. അടിപൊളിയായിരുന്നു. ഞാൻ അധികം നേരമൊന്നും നിന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 11 മണി 12 മണിയോട് കൂടി നമുക്ക് ഈ ഒരു എഴുന്നള്ളിപ്പ് നമ്മുടെ മൈതാനത്തിലോട്ട് കിടക്കും. അപ്പോൾ ശരിക്കും 12 മണി 12:30 വരെ ഞങ്ങൾ നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പം നേരത്തെ കൊണ്ട് പോകുന്നു. നാളെയൊക്കെ നമുക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പോകുന്നു കേട്ടോ. സംഭവം വേല, അതുപോലെ ഈ ഒരു നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനെ ആന നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയും വൈബും ഒക്കെ തന്നെയാണ്. എവിടെ ആന നിന്നാലും അതിനൊരു പ്രൗഢി ഉണ്ടെന്ന് പറയുമല്ലോ, അതാണ് ഞങ്ങളുടെ തൃശ്ശൂർകാർക്ക് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു 3 മണിക്കൊരു വേലയ്ക്ക് നമുക്ക് വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും നിന്നില്ല, കാണാനും പോയില്ല കേട്ടോ. അത് വെടിക്കെട്ടിന് അനുമതിയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള കുറേ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കുറേ വീഡിയോസും ഡെയിലി വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. പാറമേക്കാവ് വേലയ്ക്ക് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയാ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.